കോട്ടയം ജില്ലയിൽ കല്ലറ പഞ്ചായത്തിൽ പെരുന്തുരുത്ത് എന്ന മനോഹരമായ ഗ്രാമം. ഇവിടെയാണ് അപ്പൂപ്പൻകാവ്. കല്ലറക്കാവിൽ ദേവി ഉപാസകനായ യോഗീശ്വരൻ അപ്പൂപ്പനെയും ദേവിയെയും ഒരേ ശ്രീകോവിലിൽ തുല്യ പ്രാധാന്യത്തോടുകൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. 100 വർഷക്കാലത്തിലേറെ പഴക്കമുള്ള ഞങ്ങളുടെ ഒരു കാവിൽ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പണ്ടത്തെ ഈ 100 വർഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ അപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ അപ്പൂപ്പൻകൂറ്റ് എന്ന നാമത്തിലാണ് ഞങ്ങളിവിടെ അറിയപ്പെട്ടിരുന്നത്. 3 കുടുംബക്കാരുടെ ഒരു സങ്കേതമായിരുന്നു ഇത്. 3 കുടുംബക്കാർ എല്ലാ വർഷവും വിഷു നാളിൽ ഇവിടെ അപ്പൂപ്പന്മാരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കുകയും വെടിക്കെട്ട് നടത്തുകയും ഈ പിണ്ടിയിൽ ഞങ്ങൾ വിളക്ക് കത്തിച്ച് ഒക്കെ ഈ വിഷു മഹോത്സവം ആഘോഷിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഇതിൻ്റെ തുടക്കം. അന്ന് തൊട്ടേ കാരണവന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്ന ഭൂമിയിലാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരുന്നത്. വെറും കല്ലിൽ വിളക്ക് തിരി കത്തിച്ചുകൊണ്ടിരുന്നൊരു സാഹചര്യമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അപ്പൂപ്പന്മാർക്ക് സാധിക്കാത്ത കാര്യം ഞങ്ങളുടെ ബുദ്ധിയിൽ ഇതൊരു പ്രശ്നം വെക്കുകയും ആ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള എല്ലാ അനുഗ്രഹവും ഉണ്ടാകുന്ന ഒരു സ്ഥലമായിട്ട് ഇവിടെ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ക്ഷേത്രത്തെ സംബന്ധിച്ച് ആലോചിക്കുകയും ചെയ്തു. അങ്ങനെ 3 കുടുംബക്കാർ, ആശാരിപറമ്പിൽ കുടുംബം, ആശാരി കണ്ടത്തിൽ കുടുംബം, അതുപോലെ തന്നെ എൻ്റെ കുടുംബമായ വരീപ്പള്ളിങ്ങാലിൽ കുടുംബം, ഈ 3 കുടുംബക്കാർ കൂടെ ഒന്നിച്ചൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഞങ്ങൾ സംസാരിച്ചാണ് ഈ ഒരു ആശയം കൊണ്ടുവന്നത്. അങ്ങനെ വന്നപ്പോൾ ഇവിടെ അപ്പൂപ്പൻ്റെ സാന്നിധ്യം, യോഗീശ്വര സാന്നിധ്യമുള്ള അപ്പൂപ്പൻ്റെ ഒരു ശ്രീകോവിലുണ്ടാവണമെന്നും അതുപോലെ തന്നെ കല്ലറക്കാവിലമ്മയുടെ സാന്നിധ്യം ഉള്ള ഈ മണ്ണിലെ കല്ലറക്കാവിലമ്മയുടെ നിറസാന്നിധ്യമുള്ള ഇവിടെ കല്ലറക്കാവിലമ്മയുടേതായിട്ടുള്ള ഭഗവതി ഇവിടെ കുടികൊള്ളുന്നതായിട്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവതിയുടെയും ഒരു ശ്രീകോവിൽ ഞങ്ങൾ പണിയുന്നതിന് തീരുമാനിച്ചു. പിന്നെ പണ്ട് പുരാതന കാലം തൊട്ടേ സർപ്പങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അഖില സർപ്പങ്ങളുണ്ടായിരുന്നു, നാഗരാജാവ് ഉണ്ടായിരുന്നു, നാഗേക്ഷി ഉണ്ടായിരുന്നു, ചാത്തനുണ്ടായിരുന്നു, അതുപോലെ തന്നെ യക്ഷിയമ്മ. ഇവർക്കൊക്കെ ഞങ്ങൾ ഓരോ സങ്കേതം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആലോചിച്ച് ഏതാണ്ട് 8 മാസക്കാലം കൊണ്ട്, 8 മാസമായില്ല, 6 മാസക്കാലം കൊണ്ട് ഞങ്ങൾക്ക് ഇതുപോലൊരു ക്ഷേത്രം ഇവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ആത്മാഭിമാനത്തോടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഒരു മനസ്സോടുകൂടി നിന്ന് ഞങ്ങൾ ഈ ക്ഷേത്രം ഏതാണ്ട് 30 ലക്ഷം രൂപ മുടക്കി ഈ ചെറിയ ക്ഷേത്രം എന്ന വലിയ ക്ഷേത്രം ഞങ്ങൾ നിർമ്മിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ തന്ത്രിയും അതുപോലെ തന്നെ അതിൻ്റെ താന്ത്രിക വിദ്യപ്രകാരം, താന്ത്രിക ആചാരപ്രകാരം തിരുമേനിമാർ വന്ന് ഇന്ന് ഇതിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങളും അതുപോലെ തന്നെ ഈ ക്ഷേത്ര സമർപ്പണവും നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇവിടെയുള്ള ആൾക്കാർക്ക് വളരെ, ഈ നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളതാണ് ഞങ്ങളുടെ അപ്പൂപ്പനും അതുപോലെ തന്നെ ഞങ്ങളുടെ നീലകേശി എന്ന് പറയുന്ന യക്ഷിയമ്മയും. ഈ 2, അതുപോലെ തന്നെ ചാത്തൻ്റെ അനുഗ്രഹം, ഇതെല്ലാം ഉള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ആ ക്ഷേത്രത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഇതിനൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രയാണത്തിലാണ് ഞങ്ങളെപ്പോലുള്ള ഓരോരുത്തരും.
പുങ്കാവ് ദേവി ക്ഷേത്രം പൗരാണികമായിട്ടുണ്ടായിരുന്നതും അവിടെ ദേവപ്രശ്നവിഷയാൽ ക്ഷേത്രം പണിത് കുടിയിരുത്തണമെന്നുള്ള സങ്കല്പത്തോട് ചെയ്തിരിക്കുന്നതാണ്. അത് ഒരു തറയിൽ തന്നെ ദേവിയും അപ്പൂപ്പനും എന്ന രീതി സങ്കല്പത്തിലാണ് വന്നിരിക്കുന്നത്. പിന്നെ മറ്റു ദേവതകളൊക്കെ സർപ്പദൈവങ്ങളൊക്കെ പഴയത് തന്നെ ഉള്ളതായിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ പ്രശ്നമനുസരിച്ച് കൈകാര്യം ചെയ്യുന്നത്. सदा